അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ മാനദണ്ഡങ്ങൾ? നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്ക് അബസീനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോവുകയും അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ ഒരുപാട് കാലം മുസ്ലിമീങ്ങൾ അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. നജ്ജാശി രാജാവിൻ്റെ കീഴിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അട്ടിമറി ശ്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രഹസ്യമായി ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന സംശയത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടരായിരുന്നു അത്. അപ്പൊ നജ്ജാശി രാജാവിന്റെ നേതൃത്വത്തിലുള്ളതും ഒരു അമുസ്ലിം സൈന്യമാണ്, അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഒരു അമുസ്ലിം സൈന്യമാണ്. നജ്ജാശി രാജാവ് അന്ന് അവിടെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളോട് വളരെ രഹസ്യമായി പറഞ്ഞു, ഞാൻ ഇവിടെ തോൽക്കുകയാണെങ്കിൽ, ഞാൻ അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ തോറ്റു എന്നറിഞ്ഞാൽ നിങ്ങൾ അതിൽ കയറി രക്ഷപ്പെട്ടോളണം എന്ന് പറയുകയും അദ്ദേഹം ആ യുദ്ധം നേരിടാൻ പോവുകയുണ്ടായി. അപ്പോൾ സഹാബത്തിന്റെ ഇടയിൽ അവർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ കാണാം, അവർ പറയുകയാണ്, അന്ന് ഭയന്നത്ര അവർ അബസീനിയയിൽ വെച്ച് മറ്റൊരു ദിവസവും ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഏൽപ്പിക്കുകയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ ഈ യുദ്ധത്തിന്റെ ഫലം എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി. അപ്പൊ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അവിടെ പോവുകയും ഈ യുദ്ധത്തെ വീക്ഷിക്കുകയും എന്നിട്ട് അവിടെ ഉമ്മു സലമ റളിയല്ലാഹു പറയാണ്, അവർ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നജ്ജാശി രാജാവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വിജയിക്കാൻ വേണ്ടി. ഒടുവിൽ അദ്ദേഹം വിജയിക്കുകയും അവർക്ക് പിന്നീട് വീണ്ടും മുസ്ലിമീങ്ങളെ അവിടെ ജീവിക്കാനുള്ള സൗകര്യം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നാട് ജീവിക്കാൻ യോഗ്യമാവുന്നത് എപ്പോഴാണ്? അവർക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, മുസ്ലിമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ? ഇപ്പൊ ഇന്ത്യ എന്നുള്ളത് ഒരു മതേതര രാജ്യമാണ്, സെക്യുലർ രാജ്യമാണ്. അപ്പോൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഉണ്ട്, രണ്ട് ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഉണ്ട്. വെസ്റ്റേൺ കോൺസെപ്റ്റ് എന്നുള്ളത് പൊളിറ്റിക്കൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലേക്ക് മതം എന്ന് പറയുന്ന കാര്യമേ കടന്നു വരില്ല. രാഷ്ട്രീയവും മതവും രണ്ടാണ്. അവിടെ മതം പറയാനേ പാടില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. എന്നാൽ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്നുള്ളത് മതം പറയാം, എല്ലാ മതത്തെയും തുല്യമായി പരിഗണിക്കുന്നു, എല്ലാ മതത്തിനോടും നീതിപൂർവ്വം പെരുമാറുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. അപ്പൊ ഇന്ത്യൻ മതേതരത്തിന്റെ സീനിൽ ഇന്ത്യയിലെ എല്ലാ മതക്കാരെയും ഒരുപോലെ തുല്യമായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്നത് ആരാണോ അവർക്കായിരിക്കണം നമ്മൾ വോട്ട് പോകേണ്ടത്, അവർക്കായിരിക്കണം നമ്മുടെ പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളത് ആണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇന്ന് അങ്ങനെ എല്ലാ മതക്കാർക്കും തുല്യ പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ച ആളുകളാണ് സംഘപരിവാർ. അവരെ എതിർക്കുക, അവരല്ലാത്ത മറ്റാരുമായിട്ടും ഒരു മുസ്ലിമിന് സഹകരിക്കാം. അത് സാഹചര്യം അനുസരിച്ച് ഓരോ നാടിന്റെയും ആ നാടിന്റെ പ്രത്യേക ഡൈനാമിക്സും പൊളിറ്റിക്സും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് സഹകരിക്കാം. പക്ഷെ അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ യാതൊരു കാരണവശാലും സംഘപരിവാറിനെ ഇവിടെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ മതക്കാർക്കും എല്ലാ മനുഷ്യർക്കും സർവ്വ ജാതിയിൽപ്പെട്ട മനുഷ്യർക്കും തുല്യ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വികസന പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും തുല്യ പരിഗണന നീതിപൂർവം ഭരിക്കുന്ന ആരാണോ അവർക്ക് മാത്രമേ ഇന്ത്യയിൽ ഭരിക്കാൻ യോഗ്യതയുള്ളൂ. അവർ ഭരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് സമാധാനപരമായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില അടിസ്ഥാനപരമായ പരിഗണനകളും ധാരണകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.